എത്ര പേർക്ക് ഈ വിഷയം അറിയാം? അതാണ് ഇന്നത്തെ രാവിലെ വന്ന ഒരു ചിന്ത. ഞാനൊരു കാര്യം പറയാം. ഞാൻ പറയുന്ന കാര്യം കുടുംബശ്രീ സംരംഭങ്ങളെക്കുറിച്ചാണ്. നിങ്ങൾക്കറിയാം, കുടുംബശ്രീ 98-ൽ ആരംഭിച്ച കുടുംബശ്രീയിലേക്ക് ഞാൻ 2000-ൽ വന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 2000-ന് വന്നപ്പോൾ ഞാനൊരു കരഞ്ഞ്, എൻ്റെ മകൻ കളിയാക്കുന്ന വാക്കാണ്, അമ്മ എത്ര വട്ടം കുടുംബശ്രീയിൽ നിന്ന് കരഞ്ഞു വന്നിട്ടുണ്ട്. എന്നിട്ട് നേരിട്ട് സംസാരിക്കാൻ അറിയില്ല അവരോട്, കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അറിയില്ല അവരോട്. അങ്ങനെ ഒരുപാട് കടമ്പകൾ ഞാൻ കടന്ന് കുടുംബശ്രീയെക്കുറിച്ച് പഠിച്ചാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് പലപ്പോഴും ചിലപ്പോൾ പലരും പറഞ്ഞ ഈ കാര്യങ്ങൾ അറിയുന്നവരുണ്ടാവാം. അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തു തരുന്നത്. ഞാൻ ഇത് പറയുന്നത് വൃത്തിയായി കേട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് അതിനനുസരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്കൊരു നല്ല കുടുംബശ്രീ സംരംഭക എന്ന പേരിൽ അറിയപ്പെടാൻ കഴിയും. ഞാൻ ഇതിനെക്കുറിച്ച് ചുരുങ്ങിയ കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒന്ന്, നിങ്ങളൊരു കുടുംബശ്രീ നിങ്ങളൊരു സംരംഭം ചെയ്യുന്നുണ്ടോ? നിങ്ങളൊരു കൊച്ചു സംരംഭകയാണോ? നിങ്ങൾക്ക് പഠനത്തോടുള്ള ഇഷ്ടമുണ്ടോ? തുടർ പഠനം ആഗ്രഹമുണ്ടോ? അതോ നിങ്ങൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണോ? നിങ്ങൾ കുടുംബശ്രീയിലെ അംഗമാണോ? എങ്കിൽ നമുക്ക് ഈ സംരംഭ ആശയം നിങ്ങൾക്ക് ഉൾക്കൊണ്ട് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ സ്റ്റെപ്പായിട്ട് നിങ്ങളോ നിങ്ങളുടെ അമ്മയോ കുടുംബത്തിൽ ആരെങ്കിലും കുടുംബശ്രീയിലുണ്ടെങ്കിൽ അവരുടെ മിനിറ്റ്സിലൂടെ നിങ്ങൾ അവരുടെ പങ്കാളിയായി നിങ്ങൾ ഇതിൽ പോകുക, കുടുംബശ്രീ മീറ്റിങ്ങിൽ പോകുക. കുടുംബശ്രീയുടെ മിനിറ്റ്സിൽ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സംരംഭത്തെക്കുറിച്ച് രേഖപ്പെടുത്തുക. നിലവിൽ ചെയ്യുന്നവരാണെങ്കിൽ ആ സംരംഭത്തെ കുടുംബശ്രീ മിനിറ്റ്സിലേക്ക് കൊണ്ടുവരിക, അവതരിപ്പിക്കുക. ഞാൻ ഇങ്ങനെ ഒരു സംരംഭം ചെയ്യുന്നുണ്ട്, എനിക്കിങ്ങനെ ഉദ്യം രജിസ്ട്രേഷൻ, അതിന് MSME രജിസ്ട്രേഷൻ എന്ന് പറയും, ഉദ്യം രജിസ്ട്രേഷൻ എടുക്കാനുള്ള സഹായങ്ങൾ അക്ഷയയിൽ നിന്ന് കിട്ടും. അപ്പോൾ ഉദ്യം രജിസ്ട്രേഷൻ എടുക്കുക. ഈ ഉദ്യം നമ്പറിൽ, അത് വീടിൻ്റെ അഡ്രസ്സ് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ ഈ ഉദ്യം നമ്പറിൽ ഒരു സംരംഭം, കൊച്ചു സംരംഭം ആരംഭിച്ചിട്ടുണ്ട്, എൻ്റെ സംരംഭത്തിൻ്റെ പേര് ഇതാണ് എന്ന് പറഞ്ഞു ഒരു ഉദ്യം പേരും സ്ഥലവും എല്ലാം വെച്ചുകൊണ്ട് ഒരു മിനിറ്റ്സ് തയ്യാറാക്കുക. ഈ മിനിറ്റ്സിനെ നിങ്ങൾ നിങ്ങളുടെ ADSലേക്ക് കൊടുക്കുക. നിങ്ങളുടെ കുടുംബശ്രീയിൽ പ്രസിഡൻറ്റും സെക്രട്ടറിയും ഒപ്പിട്ട ശേഷം നിങ്ങളുടെ കുടുംബശ്രീയാണ്, നിങ്ങളുടേതാണ്. അതിൽ വേറെ ഒരാൾക്കും, ഒരു ഭരണകർത്താക്കൾക്കും, ഒരു നിങ്ങളുടെ അപ്ലൈറ്റ് അതോറിറ്റികൾക്കും അതിൽ ഒരു സൈനിങ് അതോറിറ്റിയും ഇല്ല. ഒരു തീരുമാനമെടുക്കാനുള്ള സംവിധാനവും ഇല്ല. നിങ്ങളുടെ കുടുംബശ്രീയിൽ എന്ത് തീരുമാനമെടുക്കുന്നു അത് നിങ്ങളുടേത് മാത്രമാണ്. അത് നിങ്ങളുടെ ഒരു ട്രസ്റ്റാണ്. കുടുംബശ്രീ എന്നത്, നിങ്ങളുടെ അയൽക്കൂട്ടം എന്നത് നിങ്ങളുടെ ട്രസ്റ്റാണ്. അതിൽ ആധികാരികത്വം എടുക്കാനായിട്ട് വേറെ ഒരാൾക്കും കടന്നിടപെടാൻ പറ്റില്ല. അപ്പം നിങ്ങളെടുത്ത തീരുമാനം നിങ്ങൾ പ്രസിഡൻറ്റും സെക്രട്ടറിയും ഒപ്പിട്ട് കഴിഞ്ഞാൽ നേരെ അതിൻ്റെ ഒരു കോപ്പി എടുക്കുക. ആ കോപ്പിയെ നിങ്ങളുടെ ADS എന്ന, നിങ്ങളുടെ വാർഡ് തലത്തിൽ ഒരു ADS ഉണ്ടാവും, നിങ്ങളുടെ കുടുംബശ്രീ കാര്യങ്ങൾ നോക്കാനും നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാനായിട്ട് ഒരു ADSനെ നിയോഗപ്പെടുത്തിയിട്ടുണ്ട്. കഴിവും കാഴ്ചപ്പാടുമുള്ള സ്ത്രീകളെയാണ് അതിലെടുക്കുക. ആ സ്ത്രീകളിലേക്ക് ഈ ഒപ്പിട്ട ഫയലിനെ കോപ്പി നിങ്ങൾ അങ്ങോട്ട് എത്തിക്കുക. അപ്പോൾ അവരൊരു ഫോം തരും. അവർക്ക് CDS ചെയർപേഴ്സണിൽ നിന്ന്, ജില്ലാ സംവിധാനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു ഫോമാണ്. ആ ഫോർമാറ്റ് കൊണ്ടുവന്ന് നിങ്ങൾ നിങ്ങളുടെ കുടുംബശ്രീയിൽ നെക്സ്റ്റ് വീക്കിലേക്ക് വരുമ്പോഴേക്കും കുടുംബശ്രീയിൽ കൊണ്ടുവന്ന് ആ ഫോം പൂരിപ്പിക്കുക. അതിൽ പിന്നെയും നിങ്ങളുടെ കുടുംബശ്രീ പ്രസിഡന്റ് സെക്രട്ടറിയെ കൊണ്ട് ഒപ്പുവെപ്പിക്കുക. അതിൽ വേണ്ട ഡാറ്റാസ് എല്ലാം ഉൾക്കൊള്ളിക്കുക. ആ ഫോം തിരിച്ച് വീണ്ടും ADSനെ ഏൽപ്പിക്കുക. ADS അതിൽ നിങ്ങളിങ്ങനെ ഒരു സംരംഭം ചെയ്യുന്നതിൻ്റെ സാക്ഷ്യപ്പെടുത്തുന്ന കോളമുണ്ട്. ആ കോളത്തിൽ സാക്ഷ്യപ്പെടുത്തിയ ശേഷം അത് നേരെ പഞ്ചായത്ത് തലത്തിൽ CDS ചെയർപേഴ്സൺ, മുനിസിപ്പാലിറ്റി ആണെങ്കിലും കോർപ്പറേഷൻ ആണെങ്കിലും അവിടെ ഒരു CDS സംവിധാനമുണ്ട്. നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളിതെല്ലാം പോയി കാണണം. എന്നിട്ട് ആ CDS ചെയർപേഴ്സണിലേക്ക് ഈ റെക്കമെൻഡ് ചെയ്ത ഫയൽ ഏൽപ്പിക്കും. അവിടെ നിന്നും സമയബന്ധിതമായിട്ട് ഈ CDS ചെയർപേഴ്സൺ അവരുടെ യോഗത്തിൽ ഇത് വെച്ച് തീരുമാനമെടുത്ത് ഉടനടി, അതിലൊന്നും നിങ്ങൾക്ക് തിരുത്തു വരുത്താനൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ ചെയ്യുന്ന സംരംഭത്തെക്കുറിച്ച് മാത്രമാണല്ലോ നമ്മളതിൽ പ്രതിപാദിക്കുന്നത്. സമയബന്ധിതമായി ഇത് ജില്ലയിലേക്ക് എത്തിക്കണം. ജില്ലയിലേക്ക് എത്തിക്കുമ്പോൾ അവിടെ അതുകൂടാതെ നിങ്ങൾക്ക് ബ്ലോക്ക് തലത്തിലൊരു ME കോർഡിനേറ്റർ ഉണ്ടാവും. ME കോർഡിനേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ സംരംഭങ്ങളെക്കുറിച്ച് അറിയുന്നവരാണ് അതിൽ കൂടുതൽ ഉണ്ടാവുക. നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വേണ്ട സഹായങ്ങളെല്ലാം അവരിൽ നിന്നാണ് പിന്നെ കിട്ടേണ്ടത്. അപ്പോൾ ഇവരെല്ലാം അറിഞ്ഞുകൊണ്ടുള്ള ഒരു ബോർഡ് ജില്ലാ തലത്തിലുണ്ടാവും. ആ ജില്ലാ തലത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് മോഡിൽ ഒരു ഉദ്യം അല്ലെങ്കിൽ കുടുംബശ്രീ സംരംഭ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും. ആ കുടുംബശ്രീ സംരംഭ സർട്ടിഫിക്കറ്റിനെയാണ് പിന്നെ നമ്മൾ ഈ ME കോർഡിനേറ്റർ എന്ന് ഞാൻ പറഞ്ഞ വ്യക്തികളുണ്ടല്ലോ, ഈ ME കോർഡിനേറ്റർമാർ സ്റ്റേറ്റിലേക്ക് അവർക്കൊരു ഫയൽ ഉണ്ടാവും, ME സംരംഭങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ഫോർമാറ്റ് ഫയൽ. ആ ഫയലിലേക്ക് നിങ്ങളെ ആഡ് ചെയ്യണം. ആ കമ്പ്യൂട്ടറിൻ്റെ ഫയലിലേക്ക് നിങ്ങളെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ
എല്ലാ തരത്തിലും കുടുംബശ്രീ സംരംഭക എന്ന നിലയിലുള്ള ഒരു കോഡ് ക്രിയേഷൻ അവിടെ ആവും. ഇതാണ് സംരംഭ കോഡ്. ഇത് എന്ത് സംരംഭവും ആവാം. നിങ്ങൾ നല്ല എഡ്യൂക്കേറ്റഡ് ആയ ഒരു വ്യക്തിയാണെങ്കിൽ, എത്രയോ പെൺകുട്ടികൾ കുടുംബശ്രീയിൽ ഞാൻ കാണുന്നുണ്ട്, പഠിച്ച് മുന്നോട്ട് വന്നിട്ടുള്ള പെൺകുട്ടികൾ എന്ത് ചെയ്യാം എന്നറിയാതെ നിൽക്കുന്ന കുട്ടികൾ. ഇപ്പോൾ എൻ്റെ കയ്യിൽ തന്നെ ഒരുപാട് ഡാറ്റ ഫയലുകൾ കിട്ടാറുണ്ട്. പക്ഷെ എല്ലാത്തിലും അക്ഷരത്തെറ്റും പേര് തെറ്റും ഒക്കെ കാണിച്ചുകൊണ്ടുള്ള കുറേ ഫയലുകളാണ്. പക്ഷേ നിങ്ങൾ വളരെ എഡ്യൂക്കേറ്റഡ് ആയ കുട്ടികൾക്ക് അതിലേക്ക് ഡാറ്റ ഫയലിംഗ് ആഡ് ചെയ്യുന്ന ജോലി ചെയ്യാം. കമ്പ്യൂട്ടർ നോളജ് ഉള്ളവർക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാം. ഫോട്ടോ എടുക്കാൻ കഴിയുള്ളവർക്ക് അതിൻ്റെ സ്കീമുണ്ട്. പലഹാരങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് അങ്ങനെ വ്യത്യസ്തമായിട്ടുണ്ട്. പിന്നെ ഫുഡ് ഇൻഡസ്ട്രി കൂടാതെ സർവീസ് ഇൻഡസ്ട്രികളിൽ ഒരുപാട് മേഖലകൾ നിങ്ങൾക്ക് കിടക്കുന്നുണ്ട്. എല്ലാം നിങ്ങൾക്ക് അറിയാനും പഠിക്കാനും എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് മറ്റ് സഹോദരിമാർക്കും കൂട്ടുകാർക്കും എല്ലാം ഷെയർ ചെയ്യണം. കുടുംബശ്രീ എന്നത് ഒരു നാഷണൽ ഓർഗനൈസേഷനായി മാറിയിട്ടുണ്ടെന്നുള്ളത് കൂടി പറഞ്ഞുകൊണ്ട് അതിന് കൂടുതൽ വിഷയങ്ങൾ ഞാൻ പറഞ്ഞു തരാം. എന്താണ് ഇതിൻ്റെ സിസ്റ്റം എന്നും എന്താണ് ഇങ്ങനെ ഫോളോ ചെയ്ത് വരാൻ പറ്റുന്ന കാര്യങ്ങളെന്നും എല്ലാം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു ഇതും വരുത്താതെ, വീഴ്ച വരുത്താതെ ഇത് മുഴുവൻ വീഡിയോ നിങ്ങൾ കണ്ട് നിങ്ങളുടെ പ്രചോദനം ഉൾക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരണം. പിന്നെ ഇതിൻ്റെ കാര്യങ്ങൾ ബാക്കിയെല്ലാം എൻ്റെ FB ത്രൂ നിങ്ങൾക്ക് കാണാൻ പറ്റും. FB നിങ്ങൾ ഫോളോ ചെയ്യണം. ഇതുപോലെ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് സുഹൃത്തുക്കളിലേക്ക് എത്തണം. എനിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുകളോ നിങ്ങൾ എന്തെങ്കിലും കൂടുതൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ നിങ്ങളിതിൽ കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങൾ എനിക്ക് കമൻറ്റ് ആയിട്ട് എഴുതണം. ഞാനതിന് നിങ്ങൾക്ക് റിപ്ലൈ തരാം. ഫോൺ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ ഡാറ്റാസിനും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞങ്ങളെല്ലാം നിങ്ങൾക്ക് വിവരങ്ങൾ തരാം. എനിവേ നിങ്ങളിതെല്ലാം സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന പ്രതീക്ഷയിൽ നിർത്തുന്നു. താങ്ക്